നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വന്നോ അടിച്ചുതള്ളിക്കാരി? അവള് വന്നു, വാചകൊടിയും തുടങ്ങി. നീ പാലിക്കേണ്ട ഒരു ശൈലി ഞാൻ ആദ്യമേ പറഞ്ഞു തരാം. നീ നാവടക്ക്, എന്നിട്ട് പണിയെടുക്ക്. ഞാൻ പണിയെടുക്കാൻ തന്നെയാ വന്നത്. പക്ഷേ എന്റെ നാക്കിന് വിലങ്ങ് വെക്കാൻ ആരും വരണ്ട. ഞാൻ പ്രതികരിച്ച് ശീലിച്ചാ വളർന്നത്. നീ വളർന്നത് എങ്ങനെയാണെന്നൊന്നും ഇവിടെ വിളമ്പണ്ട. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ ഊരിലെ പഞ്ഞം. അല്ല, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം? ആദ്യം അതറിയട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ ജോലിയിലേക്ക് കടക്കാം. വെറുതെ വഴക്കുണ്ടാക്കല്ലേ മീനാക്ഷി. വഴക്കൊന്നും അല്ല, കാര്യം അറിയണ്ടേ? അതെ, നീ അടിച്ചു തൂക്കാൻ ഒരുങ്ങി ഈ വീടിനകം ആകെ അലങ്കോലം ആക്കി ഇട്ടിരിക്കുക. ആദ്യം അത് ശരിയാക്ക്, അതിനുശേഷം മതി വഴക്ക്. നിങ്ങൾ എല്ലാവരും കൂടി മനഃപൂർവ്വം എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക. ഇപ്പൊ തന്നെ ഈ മുളകുപൊടി താഴെ വീണ് ചിതറിയിരുന്നെങ്കിൽ അത് എന്നെ കൊണ്ട് വാരിപ്പിക്കാമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ? ഇല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അതെ, നിന്റെ മനസ്സിലെ കുനിഷ്ടും കുതന്ത്രവും ഒക്കെയാ നീ ഇവിടെ വിളമ്പുന്നത്. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്കാ ഉള്ളത്, എനിക്കല്ല. ഞാൻ എത്ര ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങളെ സ്റ്റഡി ചെയ്യുമല്ലേ? കൊള്ളാലോ, സ്റ്റഡി ചെയ്യാൻ നീ ആരെ, പ്രൊഫസറോ? നീ ചെമ്പകമംഗലത്ത് വന്നത് വല്ല തീസീസും തയ്യാറാക്കാനാണോ? അല്ല, അറിയാൻ മേലാഞ്ചിട്ട് ചോദിച്ചതാ. അതെ, ഇവിടെ നിങ്ങളെയൊക്കെ ശരിക്കും സ്റ്റഡി ചെയ്താലേ ഒരു നോവൽ എഴുതാം. പാരഭവനോന്ന് അതിന് പേരിടാം. മര്യാദക്ക് സംസാരിക്കണം. ഞാൻ ഇവിടുത്തെ ആരാണെന്ന് നിനക്കറിയാവോ? അവളങ്ങ് വെട്ടി വെട്ടി കേറുകയാണല്ലോ. വെട്ടി വെട്ടി കേറുമല്ല, എന്നെ വെട്ടി വീഴ്ത്താനുള്ള നിങ്ങളുടെ ഓരോരോ നീക്കങ്ങളെ കുറിച്ച് പറഞ്ഞതാ. മര്യാദക്ക് ഏറ്റ ജോലി ചെയ്യടി. അത് ചെയ്യും, ചെയ്യാൻ തന്നെയാ വന്നിരിക്കുന്നെ. എന്നാ അങ്ങോട്ട് ചെയ്യ്. കണ്ടോ പണിയായുധങ്ങളാ? കണ്ടോ കണ്ടോ? നിങ്ങളൊക്കെ എന്നെ എത്ര ദ്രോഹിക്കാൻ ശ്രമിച്ചാലും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. എനിക്കെന്റെ അമ്മയുണ്ട് കൂടെ. എന്റെ അമ്മയുടെ അനുഗ്രഹം എനിക്കുള്ളത്. പക്ഷേ എന്നോട് നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന ഈ അവഗണനയും കളിയാക്കലും ഒക്കെ ഉണ്ടല്ലോ, അതിന് ദൈവം ചോദിക്കും നിങ്ങളോട്. ദൈവം വേണ്ടടി, ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം നിന്നോട്. അഹങ്കാരി എടി, നിന്നെ ഉണ്ടല്ലോ. അമ്മേ, അമ്മേ, അയ്യോ, 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 നിന്ന് ചിരിക്കുന്നോടി. അതെ, പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെന്നായിരുന്നു. ഇപ്പൊ ദൈവം അപ്പഴാ. ദൈവമേ, നിനക്ക് നന്ദി. എനിക്ക് തീരെ സൗകര്യമില്ല. വേണ്ടി ഞാനേ ഒരു ക്രെയിൻ വിളിക്കാം. ഞാൻ ഇവിടെ എഴുന്നേറ്റുണ്ടല്ലോ, നിന്റെ അന്ത്യ കൂതാശയാ, നോക്കിക്കോ. എഴുന്നേറ്റിട്ട് വേണ്ടേ കൂതാശയും വെഞ്ചരിപ്പും ഒക്കെ? ഇതേ ഒരു ഗുണപാഠമാ. ചട്ടനെ പൊട്ടൻ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കും. കെട്ടിലമ്മ ചമഞ്ഞ് അനിയർക്കിട്ട് വേല വെക്കുമ്പോ ഓർക്കണം. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ മഹാപാര മഹാപാര. എലിവില്ല് വെച്ചിട്ടെങ്കിലും നിന്നെ വീഴ്ത്തിയില്ലെങ്കിലേ എന്റെ പേര് ചെമ്പകമംഗലത്ത് സാവിത്രി ഇതല്ല. എനിക്ക് നിങ്ങളിൽ നിന്ന് ചിലതൊക്കെ അറിയേണ്ട കാര്യമുണ്ട്. അതിനാണല്ലോ ഞാനിങ്ങനെ നിങ്ങളുടെ പുറകെ നടക്കുന്നത്. എന്റെ ലക്ഷ്യം അതാണല്ലോ. ആ പെട്ടിയിൽ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
അകത്തേക്ക് കയറരുത്. ഈ മീനാക്ഷി ഒരു കാര്യം തീരുമാനിച്ച ആ തീരുമാനം നടപ്പാക്കിയേ അടങ്ങും. മീനാക്ഷി, നിക്ക്. നിന്നോടല്ലേ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ? പിന്നെ ഒരു ഭീഷണി. പുറത്തിറങ്ങാൻ. ദേ എന്റെ ദേഹത്ത് തൊട്ടാനുണ്ടല്ലോ. നിന്നോടാ പറഞ്ഞു പുറത്തിറങ്ങാൻ. ദേ ഇതല്ലേ ആ പെട്ടി? ആ പെട്ടി എടുക്കരുത്. ആ, എന്നാ പിന്നെ കാണുമല്ലോ. മീനാക്ഷി, ഇങ്ങനത്തെ എന്താ ഇതെല്ലാം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇതെന്ന്? അപ്പോ ഇതൊന്നും ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. പണ്ട് നിങ്ങൾ എന്റെ അച്ഛന്റെ അമ്മയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അല്ലേ? മീനാക്ഷി, മിണ്ടരുത് നിങ്ങള്. പണ്ട് നിങ്ങൾ എന്റെ അച്ഛനെ മോഹിച്ചിരുന്നു. അച്ഛനെ വശീകരിച്ച് എടുത്തതാ നിങ്ങള്. പാവന്റെ അമ്മ അച്ഛനെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. അച്ഛനെ ഒരിക്കലും സംശയിച്ചില്ല. ആ അവസരം നിങ്ങൾ മുതലാക്കി. അങ്ങനെ നിങ്ങൾ അമ്മയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി അല്ലേ? അല്ലേന്ന്? നിങ്ങൾ എന്തൊരു വഞ്ചകയാ! ഞാൻ വഞ്ചകിയായി. എല്ലാം തുറന്നു പറഞ്ഞാൽ ഇവളുടെ അമ്മയെ വെറുക്കും. വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.